മേപ്പാടി എരുമക്കുല്ലി ഫാക്ടറിക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. രാത്രി 8 മണിയോടെയാണ് പ്രദേശത്ത് കാട്ടാന എത്തിയത്. പൂളക്കുന്നിലെ അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയാണ് എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. സുജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, ഈ മേഖലയിൽ നേരത്തെയും കാട്ടാന ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നാട്ടുകാർ പറയുന്നത് ഈ അറുമുഖനെ കൊലപ്പെടുത്തിയ അതേ കാട്ടാന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജനവാസ മേഖലയിൽ ഇപ്പോഴും ആനയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ വനംവകുപ്പ് അധികൃതർ എത്തിയിട്ടുണ്ടോ? നിലവിൽ വനംവകുപ്പ് എത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എരുമക്കൊല്ലിയിലാണ് കാട്ടാന ഇറങ്ങിയത്. അത് അടിക്കടി കാട്ടാന ശല്യം വലിയ രൂക്ഷമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കടൂർ അടക്കമുള്ള തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാന ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. പുഴമൂല അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ കാട്ടാന ഇറങ്ങിയിരുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ ചെമ്പ്രമലയുടെ താഴ്വാരത്ത് വരുന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇങ്ങനെ കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥിതിയിൽ ഉള്ളത്. ഈ നേരത്തെ എരുമക്കൊല്ലിയിൽ തന്നെ ആറുമുഖൻ എന്ന മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും കാട്ടാന ശല്യം എരുമക്കൊല്ലിയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കാട്ടാനെ നിലവിൽ തുരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാട്ടാന തന്നെയാണ് അറുമുഖനെ കൊലപ്പെടുത്തിയതെന്നുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കാട്ടാനയുടെ സാന്നിധ്യം ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതൊരു സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിലവിൽ തുരത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രജിത്ത്, യെസ്, ആശ്വാസ വാർത്തയാണ്. കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.